ഇന്ന് വെള്ളയപ്പം കടലക്കറി. ഇതൊക്കെ പച്ചമുളകും സാധനങ്ങളൊക്കെ വേവിക്കാം. പോരാ പച്ചമുളക് സവാള ഇട്ട് വേവിക്കാം. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഭയങ്കര മുറുക്കം ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ചവപ്പ് ഇട്ടെടുത്തിട്ട് തണുപ്പുണ്ട്. മുറിച്ചിലുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, നാളെ വറുത്തരച്ച കടലക്കറി. ഇതിനകത്ത് ഉള്ളി വേപ്പിലൊന്നും ഇടില്ല? വേണല്ലേ? ഓ ആയിക്കോട്ടെ. മല്ലിപ്പൊടി സ്പൂണല്ല, പോരാ മതി. മുളക് പൊടി ലേശം മതി. എന്നുവെച്ചാൽ കടലക്കറിക്ക് അപ്പത്തിന് വലിയ ഇരുപതും വേണ്ട. ഗരം മസാല ഇട്ടോ. ഗ്യാസ് ഓഫ് ആക്കിട്ടാ ചട്ട ചൂടിൽ നിന്നിട്ട് ഗരം മസാല ഇട്ടോ. ഒരു മണത്തിന് രുചിക്കല്ലേ? കുക്കറിൽ നിന്ന് മാറ്റിയാ? കുക്കറിൽ മാറ്റി. വെള്ളപ്പം ചൂടായിരിക്കുക. മതിയല്ലേ ചാറ്? നന്നായി തിളക്കില്ല, മസാല പിടിച്ചോട്ടെ. നന്നായി പിടിച്ചോട്ടെ. ചട്ടി നല്ലോണം ചൂടായിട്ടാ. കടുകും മുളകും നന്നായിട്ട് പൊട്ടിച്ചോട്ടെ. പൊട്ടിക്കുക. കറി വയ്ക്കുമ്പോഴേ കാല് മുറിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിന്. ചെറുതാക്കണം പീസ്. അപ്പോൾ നമ്മുടെ ഞായറാഴ്ച ഇതൊക്കെ തരണം. രാവിലെ വെള്ളപ്പം കടലക്കറി, ഉച്ചക്ക് ചിക്കൻ കറി, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ സൈഡായിട്ട്? വേറെ ഇട്ടിട്ടേ ഇച്ചിരി മസാലയും ചിക്കൻ മസാല ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് തട്ടേക്കാല്ലേ കുറച്ച് നേരം.
കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഇനി കറി വെക്കുമ്പോൾ ഇടാം. പക്ഷേ ഞാട്ട ഉപ്പ് പിന്നെ പല സ്ഥലത്തും പല രീതിയിലല്ലേ കറി ഉണ്ടാക്കാൻ. മല്ലിപ്പൊടി മുളക് മാറിയിട്ട് നമുക്ക് കറി വെക്കില്ല. അത് ഇതായിരിക്കും വെച്ചിട്ടില്ല. പല ഇത് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി വറുത്തിട്ടേ ചിലർ ചെയ്യുന്ന മസാല കാണിക്കുള്ളൂ അവര്. നമ്മളിന്ന് വെറൈറ്റി ചിക്കൻ റോസ്റ്റ് അവിടെ അവിടെ മൂടിയിരിക്കട്ടെ. നീ അവിടെ ഇരി. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. നമ്മളിപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ചിക്കൻ റോസ്റ്റ്. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഉലുവ 2 സ്പൂൺ. ഇവിടെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കി. ചിക്കനിലെ വെള്ളം ഇറങ്ങിയിരുന്നത് കാര്യം ചെയ്യും. അപ്പുറത്തുനിന്ന് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ. അപ്പോൾ നമുക്ക് മല്ലിയും മുളകും കൂടി വറക്കാം. വറക്കുമ്പോൾ ചൂടാക്കിയാൽ മതി, പച്ചമണം പോകാൻ മാത്രം. അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി വറുത്തോ ചൂടാക്കുക. നമുക്ക് ഇതിലെന്നെ സവാള വാട്ടി ഇളക്കണം, ഇളപ്പിക്കണം. അപ്പോൾ പല ടൈപ്പ് ചിക്കൻ ഉണ്ടാക്കും, പല രീതിയിലുണ്ടാക്കും പല ആൾക്കാരും. അപ്പോൾ നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ചൂടായ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കനിലേക്ക് ഇടാൻ സവാള വറുക്കാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചോ. ഇങ്ങനത്തെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ മതി. ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളിയൊക്കെ നമുക്ക് വഴറ്റി ചിക്കനിലേക്ക് ചേർക്കാം. നമ്മളിപ്പോൾ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ലേ, ചിക്കനുള്ള വെള്ളം നമ്മളിപ്പോൾ ഇട്ടാൽ മതി. സവാള ഒതുക്കിയിട്ട് തക്കാളി ഇട്ടാൽ മതി. എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെച്ചിട്ട് വലിയ തോന്നില്ല. സാധാരണ വെക്കണ പോലെ നമ്മൾ തീരം ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയ ഒരു എപ്പോഴും കഴിക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല, ഒരു ചേഞ്ച്. നമുക്ക് തക്കാളി കൊടുക്കുന്നു. തക്കാളി സവാള എല്ലാം കൂടി നമുക്ക് വാട്ടാം. ശരിക്കും വാടിക്കോട്ടെ, മൂടിയിട്ട് നമുക്ക് കുറച്ച് നേരം. ഓ കാല് നല്ല മുട്ടൻ കാണുമല്ലോ.
ചിക്കൻ കിട്ടല്ലോ നമുക്കിപ്പോൾ തക്കാളി സവാളൊക്കെ നമ്മൾ വാട്ടിയിട്ടുണ്ട്. നമുക്ക് ചിക്കനിൽ ചേർക്കാം. ഒഴിക്കണ്ട നമ്മൾ ചിക്കനിൽ നേരിട്ട് സവാള തക്കാളി കിട്ടണമെങ്കിലേ ഒരു മതിൽ വരും. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, റോസ്റ്റ് റെഡിയുണ്ട്. കറിയൊന്നും പറയാൻ പറ്റില്ല, റോസ്റ്റൊന്നും പറയാൻ പറ്റില്ല. ആ ലെവല്. ഇപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയല്ലേ വേപ്പല്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് രീതിയിൽ വെച്ച് നോക്കിയതാണ്. അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ എപ്പോഴും ഒരേ പോലെ വയ്ക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ നമ്മൾ പലരും പല ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ നമ്മളൊന്നും ഇങ്ങനെ ഉണ്ടാക്കി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കുക, സൂപ്പറായിട്ട്. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് റെഡി.